ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം ചേരുന്ന പാർലമെന്റാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 4ാം ദിവസവും സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളതെല്ലാം. വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് ആഞ്ഞടിക്കുവാനാണ് തീരുമാനം. പരീക്ഷാ ക്രമക്കേടുകൾ തടയുവാനുള്ള പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടി പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ നിരവധി കാരണങ്ങൾ ഉണ്ട് ഇന്ന് പാർലമെന്റിൽ. എന്തായാലും ഒരു സജീവമായ ദിവസമാണ് പാർലമെന്റിൽ ഇന്നുണ്ടാവുക. അത് പ്രക്ഷുബ്ധമാകുവാനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മുടെ മുമ്പിലേക്കുണ്ട്. നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. ഷമി പ്രഭാകർ ദില്ലിയിൽ നിന്നും തയ്യാറായിട്ടുണ്ട്. ഷമിയിലേക്ക് പോകാം. ഷമി, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇതാ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷമുള്ള പാർലമെന്റാണ്. ഇതിനു മുമ്പ് ഈ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. വളരെ വലിയ തരത്തിലുള്ള പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിയത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ഇന്നിപ്പോൾ ഇതാ രാജി സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം കൂടിയാണ്. കാരണം ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ഒരു ശത്രുക്കളോടെന്ന പോലെ പെല്ലറ്റ് അടിക്കുകയും അതുപോലെ തന്നെ ആണിയടിച്ച ലാത്തികൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത പോലീസിന് നേതൃത്വം കൊടുത്ത അമിത്ഷാ ഇന്ന് അതിന് ഉത്തരം പറയണം. ഒപ്പം തന്നെ പ്രധാനമന്ത്രി മാപ്പ് പറയണം. അങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം ഒക്കെ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇതാ ഈ ഭേദഗതി ബില്ലും ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെതിരെ എല്ലാം പാർലമെന്റിൽ പ്രതികരിക്കുവാൻ പോകുന്നത്? നിലവിലത്തെ ആ ഒരു പാർലമെന്റിന്റെ ഒരു അജണ്ട എങ്ങനെയാണ് പോകുന്നത്? ഗുഡ് മോർണിംഗ് സിന്ദൂരി. ഒരുപക്ഷെ ഈ 12 വർഷത്തിനിടയ്ക്ക് നാം കാണാത്ത ഒരു പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കാണുന്നത്. എന്തൊരു ആത്മാർത്ഥതയാണ്, എന്തൊരു ശുഷ്കാന്തിയാണ്. ഏത് വിഷയത്തിലും നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ അദ്ദേഹം വലിയ ട്രെൻഡിങ് ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ വന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ പ്രധാനമന്ത്രി എവിടെയായിരുന്നു എന്നൊരു വലിയ ചോദ്യമാണ് ഉയരുന്നത്. അതാ തന്നെയാണ് ഈ ജെൻസി തലമുറയുടെ ശക്തി എന്ന് പറയുന്നത്. മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന്. തങ്ങളുടെ കൈപ്പിടിയിൽ നിൽക്കുന്നവരല്ല ഇവർ എന്നവർക്ക് മനസ്സിലായപ്പോൾ എല്ലാ തന്ത്രങ്ങളും മാറ്റിപ്പിടിക്കുന്ന, അവസരത്തിനൊത്ത് കാര്യമായി തങ്ങളുടെ ശൈലിയെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ആ ഒരു കാര്യത്തിൽ സമ്മതിക്കണം. ഒരുപക്ഷെ തങ്ങൾക്ക് അനുകൂലമല്ല കാറ്റ് എന്ന് തിരിച്ചറിയുമ്പോൾ കൃത്യമായി അതിനനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുവരാൻ, തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതിനെ കാണാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ രാജ്യം വളരെ കൃത്യമായി തന്നെ ഇതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എത്ര ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടാലും എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ആൻസറബിൾ ആണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ അമിത്ഷായൊക്കെ വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്തെ സമൂഹത്തോട് ഇടപെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് വരുന്നതിന് പിന്നാലെ അമിത്ഷായും ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു പുതിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നു. നന്ദൻ നിഖിലേനി ഇതുമായി ബന്ധപ്പെട്ട ടാസ്ക് ഫോഴ്സിനെ ഹെഡ് ചെയ്യും. എല്ലാ കുട്ടികളുടെ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യും. ഈ അമിത്ഷാ തന്നെയാണ് ഈ ദില്ലിയിലെ ഈ കുട്ടികളെ, കുഞ്ഞു കുട്ടികളെ തല്ലി ഒതുക്കാൻ, അവരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ, അവരെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കാൻ, അവർക്കെതിരെ ഇല്ലാത്ത കേസുകൾ ചുമത്താൻ, അവർക്കെതിരെ ഈ പറയുന്നത് പോലെ വധശ്രമം അടക്കമുള്ള എല്ലാ കേസുകളും കൈകാര്യം ചെയ്യാൻ നേതൃത്വം കൊടുത്തത് എന്നത് ഒരു ദിവസം കൊണ്ട് മറന്നു പോകുന്ന ഒരു തലമുറയല്ല ഈ രാജ്യത്ത് വളർന്നു വരുന്നത് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകണം. എന്തായാലും ഇന്ന് പാർലമെന്റ് ചേരുകയാണ്. ഈ പാർലമെന്റിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം വിഷയങ്ങൾ ശക്തമായി തന്നെ ഉയർത്തും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. CPIM അതുപോലെ തന്നെ കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യും. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ തല്ലി ചതച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ആദ്യം തയ്യാറാവേണ്ടത് അമിത്ഷാ തന്നെയാണ്. കാരണം ദില്ലി പോലീസ് എന്ന് പറയുന്നത് അമിത്ഷായുടെ കൃത്യമായ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനമാണ് ഈ കുട്ടികളെ ഇത്രയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. നമ്മൾ കണ്ടതാണ്. നമ്മൾ ക്യാമറയിൽ കാണാത്ത വലിയ ക്രൂര മർദ്ദനങ്ങൾ ദില്ലിയിൽ നടന്നിട്ടുണ്ട്. ആ കുട്ടികളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ കൈയും കാലും അടിച്ചൊടിക്കുന്നത്, അവർക്കെതിരെ ഈ പറയുന്നത് പോലെ ഇത്രയും ക്രൂരമായ കേസുകൾ ചാർജ് ചെയ്യുന്നത്. അതുമാത്രവുമല്ല, ഈ പെൺകുട്ടികളെ പോലും അവർ സ്പെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവരെ എത്ര ക്രൂരമായിട്ടാണ് ഈ സംവിധാനം കൈകാര്യം ചെയ്തത്, അവരുടെ വസ്ത്രം വലിച്ചു കീറിയത്. ഇതിനൊക്കെ അമിത്ഷാ പാർലമെന്റിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പറയുന്ന 3 ദിവസം മുമ്പ് വരെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന നിമിഷത്തിൽ പോലും അമിത്ഷാ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനം ദില്ലിയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് ഇടപെടണമായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ തല്ലരുത് എന്ന് പറയാനുള്ള ഒരു ആർജവം
ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് ഉണ്ടായില്ല എന്നുള്ളത് പാർലമെന്റിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഈ പെൺകുട്ടികളെ ഇത്രയും ക്രൂരമായി നിങ്ങൾ കൈകാര്യം ചെയ്യരുത്, ഇവരെ തുടരുത് എന്ന് പറയാനുള്ള ആർജവം അമിത്ഷാ കാണിക്കണമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ വന്നിരുന്ന് വർത്തമാനം പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിന് മുന്നിൽ കൃത്യമായി തന്നെ വിളിച്ചു പറയും. അതിനെന്താണ് ഉത്തരം? അതിനെന്താണ് അമിത്ഷായ്ക്ക് രാജ്യത്തോട് ഉത്തരം പറയാനുള്ളത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടണം. കാരണം ഈ കുട്ടികൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സംവിധാനത്തെ തടസ്സപ്പെടുത്തിയിരുന്നോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവരേതെങ്കിലും തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തവരല്ല. അവർ ഈ രാജ്യത്തിൻ്റെ ജന്തർ മന്ദറിൽ കൃത്യമായ ഒരു പറയുന്ന പ്രതിഷേധ സ്പോട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു തലത്തിൽ അവിടെ ആ ഒരു സമരം നടത്തിയ കുട്ടികളാണ്. അവർ ഒരിടത്തും ഒരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. അവർ ഒരു തരത്തിലും ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സംവിധാനത്തെ വെല്ലുവിളിച്ചിട്ടില്ല. അവർ ചെയ്തത് ഞങ്ങളുടെ പരീക്ഷാ സമ്പ്രദായം കുറ്റമറ്റതാക്കണം ഭരണാധികാരികളെ എന്ന് മാത്രം പറയുകയാണ് ചെയ്തത്. ആ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കാം, ഞങ്ങൾ പറയുന്നു നിങ്ങൾ അനുസരിക്കൂ എന്ന് പറയുന്ന അമിത്ഷായുടെ ആ ഒരു തിട്ടൂരത്തിന് മുന്നിൽ വഴങ്ങില്ല എന്ന് പറയുന്ന ഒരു യുവ തലമുറ ഉയർന്നു വരുന്നത് നാം കാണുകയാണ്. ആ തലമുറയ്ക്ക് മുന്നിൽ ഉത്തരം പറയാൻ അതിന് കൃത്യമായ ആൻസറബിൾ ആണ് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം എന്ന് വിളിച്ചു പറയുകയാണ്. എന്തായാലും ഈ തലമുറ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് കൃത്യമായ കീഴടങ്ങലാണ് അമിത്ഷാ ഈ രാജ്യത്തിന് മുന്നിൽ നടത്തിയത്. ഈ രാജ്യത്തിൻ്റെ ചാണക്യനാണ്, ഞാനാണ് ഇവിടെ ഇരുന്ന് ദില്ലിയിലിരുന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന അഹങ്കാരത്തിനെ ടാടിയാണ് ഇന്ന് പാർലമെന്റിൽ അദ്ദേഹം ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. എന്താണ് ഉത്തരം എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യം ഉറ്റുനോക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് വൈകിട്ട് SFI ദില്ലിയിൽ ഒരു വലിയ സമരം അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തുകയാണ്. അത് SFIയുടെ വിക്ടറി ഡേ ആണ്. കാരണം നമുക്കറിയാം ഈ സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഒന്നാം ദിനം മുതൽ ഏറ്റവും വലിയ ഒരു പിന്തുണ നൽകിയത് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണ്, SFI ആണ്, AESF ആണ്. ആ സമരം ഇത്രയും വലിയ വിജയമായതിന് കാരണം ഈ കുട്ടികളുടെ വലിയ പിന്തുണയാണ്. നമുക്കറിയാം ആദർശം സജിയും അതുപോലെ തന്നെ ഐഷ ഘോഷും അടക്കമുള്ള കുട്ടികൾ ആദ്യം മുതൽ ഈ സമരത്തിന് വലിയ പിന്തുണ നൽകുന്നു. SFIയുടെ പിള്ളേർ അല്ലെങ്കിൽ AESFിൻ്റെ കുട്ടികൾ അവരൊക്കെ തന്നെ ഇറങ്ങി നിന്ന് ഈ സമരത്തെ വിജയിപ്പിക്കുന്നു. പിന്നീടാണ് സോനം വാങ്ചുക് ഈ സമരത്തിലേക്ക് വരുന്നത്. സോനം വാങ്ചുക്കിൻ്റെ സമരം ഏതാണ്ട് 10-20 ദിവസം അദ്ദേഹം ഈ സമരം നടത്തുന്നു. അതിനൊപ്പം തന്നെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്നു. അദ്ദേഹം അവിടെ നിരാഹാരം കിടക്കുന്നു. ഐഷ ഘോഷ് നിരാഹാരം കിടക്കുന്നു. ദില്ലിയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള കുട്ടികൾ ഈ സമരത്തിന് പിന്തുണയുമായി അവിടെ എത്തി ഇവർക്ക് വേണ്ടി നിൽക്കുന്നു. അതുമാത്രമല്ല, ഈ നാടും നാട്ടാരും ഒന്നാകെ ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്നു. ഇവർക്ക് ഭക്ഷണം നൽകുന്നു, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു, അവരെ കൂടെ നിന്ന് കൈവെള്ളയിലെന്ന പോലെ സംരക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ ഒരു പോരാട്ടം ഈ നാട് കാണുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ബുൾഡോസറിൻ്റെ അതുപോലെ തന്നെ ലാത്തി ചാർജിൻ്റെ ഇതിൻ്റെയൊക്കെ മുന്നിൽ തല കുനിക്കാതെ നിന്ന് ഒരു പുതിയ തലമുറ. ഇന്നലെ അഭിജിത് ദീപിക്ക് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ സമരത്തിന് ഈ നാട്ടിലെ ജനങ്ങളോട് നന്ദി പറയുന്നു, പ്രത്യേകിച്ച് SFIയോടും AESFിനോടും നന്ദി പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ ഈ നാട്ടിലെ ജനങ്ങളോട് നന്ദി പറയുമ്പോൾ ഏറ്റവും ആദ്യം നന്ദി പറയുന്നത് SFIയോടും AESFിനോടുമാണ്. നമുക്കറിയാം CPIMൻ്റെ ജനറൽ സെക്രട്ടറി അടക്കം, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ്, അതുപോലെ A റഹീം, ശിവദാസൻ, K രാധാകൃഷ്ണൻ, അങ്ങനെ ഉള്ള നേതാക്കന്മാർ ആദ്യഘട്ടം മുതൽ ഈ സമരത്തിന് പിന്തുണയുമായി അവിടെ എത്തുന്നു. അവർ ഈ സമരത്തിന് ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു, അവരെ കൂടെ നിന്ന് സംരക്ഷിക്കുന്നു. ഇപ്പോൾ കുറെ പുതിയ അവകാശവാദങ്ങളുമായി പലരും എത്തിയിട്ടുണ്ടാവും, അതൊന്നും കാര്യമാക്കേണ്ടതില്ല. എല്ലാ ഘട്ടങ്ങളിലും അത്തരം മനുഷ്യർ ഉയർന്നു വരാറുണ്ട്. അവസരം അവർ അവിടെ വിശ്രമിക്കുകയല്ല ചെയ്യും. നമ്മൾ ഇന്നലെ കൂടി കണ്ടു, ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MPമാർ ഇന്നലെ ആശുപത്രികളിൽ എത്തുകയും ഈ ഒരു അമിത്ഷായുടെ പോലീസ് തല്ലിച്ചതച്ച് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ കാണുവാൻ ശ്രമിക്കുകയും അവരുടെ ആരോഗ്യസ്ഥിതി അറിയുവാൻ പോവുകയും ചെയ്തു. പക്ഷെ അവരെ അവിടെ പോലും ഈ സോനം വാങ്ചുക്കിനെ കാണുവാൻ പോയപ്പോൾ എടുത്ത സമീപനം അത് തന്നെയാണ് ദില്ലി പോലീസ് ഇന്നലെയും എടുത്തത്. അവരെ ആശുപത്രിയെ കടക്കുവാൻ തയ്യാറാകുന്നില്ല, അധികൃതർ അതിന് സമ്മതിക്കുന്നില്ല. ഈ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ രോഗവിവരങ്ങൾ പങ്കുവെക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. അതായത് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചു, ഇതെല്ലാം വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും തങ്ങൾ അംഗീകരിച്ചു എന്ന് മോദി സർക്കാർ വന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ദില്ലി ഒരു സാധാരണ നിലയിലായി എന്ന് പറയാൻ പറ്റുന്നില്ല. ഈ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില പുറത്തുവിടുന്നില്ല എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണല്ലേ?
തീർച്ചയായും ഈ ഈ ആശുപത്രിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നതിന് ഉപരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുന്നയിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും, നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, കേസ് എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ എത്ര രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സിന്ധു. ക്ഷമ, ഇപ്പോൾ നമ്മൾ പാർലമെന്റിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ ഈ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല്, ആ ബില്ലിനോട് പ്രതിപക്ഷം എടുക്കുന്ന സമീപനം അതുകൂടി ഒന്ന് വ്യക്തമാക്കുക. എങ്ങനെയാണ്? കാരണം ഇന്നലെയും മോദി വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് ഈ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് എല്ലാത്തിനുമുള്ളൊരു പരിഹാരമാണ്, എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും, ഇനി ഒരിക്കലും ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തിയവർ ജയിലിൽ കിടന്ന് നരകിക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ ഈ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിനോട് പ്രതിപക്ഷം എടുക്കുന്ന സമീപനം എന്തായിരിക്കും? ബില്ല് പാസ്സാകുവാനുള്ള സാധ്യത എത്രത്തോളം? ആ ബില്ലിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കും എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. അത്തരം ആൾക്കാരെ, പിടിക്കപ്പെടുന്ന ആൾക്കാർ, കുറ്റവാളികളെന്ന് രേഖപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോടതി ശിക്ഷിക്കപ്പെടുന്നവർക്ക് മുന്നിൽ കൃത്യമായ ശിക്ഷയുണ്ടാകും. അക്കാര്യത്തിൽ എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതാണ്.